മാർ പുത്തൂർ ആകെ കലിപ്പിലാണ്. ആ കലിപ്പിൽ അദ്ദേഹം ഒരു പുതിയ കൽപ്പന ഇറക്കിയിട്ടുണ്ട്. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അതിരൂപതയിലെ 4 പള്ളികളിൽ അവിടുത്തെ വികാരിമാർക്ക് മുകളിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന ഓമന പേരിൽ ചില കൽദായവാദികളെ നിയമിക്കുവാൻ മാർ പുത്തൂർ ഒരു ശ്രമം നടത്തി. പക്ഷെ അത് വിജയം കണ്ടില്ല. കാരണം ഇടവക ജനം ആകെ ഇളകി. ആ സ്ഥാനമോഹികളെ പള്ളിമുറ്റത്തേക്ക് കടക്കാൻ പോലും ജനങ്ങൾ അനുവദിച്ചില്ല. ഇതാണിപ്പോൾ പുത്തൂരിന്റെ ഈ കലിപ്പിന് കാരണം. മേൽപ്പറഞ്ഞ 4 പള്ളികളിലെയും വികാരിമാർക്കെതിരെ ശിക്ഷാ നടപടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീട്ടൂരമാണ് പുത്തൂർ ഇന്നലെ ഇറക്കിയത്. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ, പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡിപ്പോറസ് പള്ളി വികാരി ഫാദർ തോമസ് വാളൂക്കാരൻ, തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, മാതാനഗർ പള്ളി വികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയാണ് നടപടി. ചൊവ്വാഴ്ച തന്നെ വികാരി സ്ഥാനങ്ങളിൽ നിന്നും ഈ വൈദികരെ മാറ്റിയിരിക്കുന്നു. പള്ളിമേടകൾ ചൊവ്വാഴ്ച തന്നെ അവർ ഒഴിയണം. വിജോ ഭവനിലേക്ക് അവർ ഉടനടി താമസം മാറ്റണം. ഇതൊക്കെയാണ് പുത്തൂരിന്റെ കൽപ്പനയിൽ ആജ്ഞാപിച്ചിരിക്കുന്നത്. കൂടാതെ വികാരി എന്ന നിലയ്ക്ക് തങ്ങളുടെ ഇടവകകളിൽ കൃത്യനിർവഹണം നടത്തുവാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് അവർക്കെതിരെ ഈ നടപടിയെന്നും അദ്ദേഹം പ്രസ്തുത കൽപ്പനയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൃത്യനിർവഹണത്തിൽ പരാജയപ്പെട്ട പോയിന്റിനെ കുറിച്ച് എനിക്കൊരു മറുചോദ്യമുണ്ട്. നാളിതുവരെയായിട്ടും സിനഡ് കുർബാന എറണാകുളം അതിരൂപതയിൽ നടക്കാക്കുന്നതിൽ പരാജയപ്പെട്ട മാർ പുത്തൂറും ഇതേ കാരണത്താൽ സ്വയം രാജിവെച്ചു പോകേണ്ടതല്ലേ? എന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്നും മേൽപ്പറഞ്ഞ വൈദികർ എങ്ങോട്ടും പോകുന്നില്ലെന്നും അൽമായ മുന്നേറ്റം PRO റിജു കാഞ്ഞുകാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പുത്തൂർ എന്ത് കൽപ്പനയും ഇറക്കിക്കോട്ടെ, എന്ത് സർക്കുലറും അദ്ദേഹം ഇറക്കിക്കൊള്ളട്ടെ. എന്നാൽ എറണാകുളത്തെ വൈദികർ ഈ നടപടികളെ ഭയപ്പെടുന്നില്ല എന്ന് ഫാദർ കുര്യാക്കോസ് മുണ്ടാടനം കൂട്ടിച്ചേർത്തു. സിനഡും എറണാകുളം അങ്കമാലി അതിരൂപതയും തമ്മിലുള്ള മൽപ്പിടുത്തം ഇതോടെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഖൽദായവൽക്കരണത്തിനു വേണ്ടി എത്ര നീചവും അധമവുമായ മാർഗങ്ങളും തേടുവാൻ മാർ പുത്തൂർ തയ്യാറാണ് എന്ന് നമ്മൾ ഓർക്കണം. കേസും പുക്കാറും പള്ളികൾ പൂട്ടിക്കലും ഭീഷണിയും ബ്ലാക്ക് മെയിലിങ്ങും പുത്തൂരിന്റെ ആവനാഴിയിലെ അമ്പുകളിൽ ചിലതു മാത്രമാണ്. ഈ അമ്പുകൾ ഉപയോഗിച്ച് കാലക്രമേണ അവർ നമ്മുടെ സഭയെ ഖൽദായ തൊഴുത്തിൽ എത്തിക്കും. അതിലിപ്പോൾ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമാണ്. ഈ അതിരൂപത വീണാൽ അതോടെ സീറോ മലബാർ സഭ തീർന്നു. നമുക്ക് മുമ്പിൽ 2 ചോയ്സുകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഖൽദായർക്ക് മുമ്പിൽ അടിയറവ് വെക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ ചെറുത്തുനിന്ന് സീറോ മലബാർ സഭയായി നമ്മൾ മുന്നോട്ട് പോകുക. അതിനുവേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അടിയന്തരമായി ചെയ്യേണ്ടത് വിശ്വാസികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഭൂമി വിവാദം തുടങ്ങി ചങ്ങനാശ്ശേരി ലോബിയുടെ ഖൽദായവൽക്കരണ നീക്കങ്ങളും ജനങ്ങളെ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എത്ര തന്ത്രപരമായിട്ടാണ് നമ്മുടെ സഭയെ ഈ ദുഷ്ടശക്തികൾ ഹൈജാക്ക് ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്ക് അവർ വിവരിച്ചു കൊടുക്കണം. പ്രസംഗവേദി നിങ്ങളുടേതാണ്. നമ്മുടെ വിശ്വാസത്തെയും പാരമ്പര്യങ്ങളെയും സംരക്ഷിക്കുവാൻ നമ്മൾ നടത്തുന്നത് ഒരാധുനിക കുരിശുയുദ്ധമാണെന്ന് ഈ അതിരൂപതയിലെ 6.5 ലക്ഷം വരുന്ന വിശ്വാസികളെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ വൈദികർക്കുണ്ട്. എറണാകുളത്തെ വൈദികർ തങ്ങളുടെ നിലപാടുകൾ കടുപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ശിക്ഷയ്ക്ക് വിധേയരായ വൈദികർക്ക് ചുറ്റും അവർ പ്രതിരോധ നില തീർക്കണം. അവർക്ക് ചുറ്റും എറണാകുളത്തെ വിശ്വാസികൾ അതുപോലെ തന്നെ സംരക്ഷണം അതിൽ തീർക്കുമെന്ന് ഉറപ്പാണ്. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു മല്ല യുദ്ധമാണ് ഇതെന്ന് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും മനസ്സിലാക്കണം. ഈ യുദ്ധത്തിലെ മുന്നണി പോരാളികളായ നമ്മുടെ വൈദികരെ, നിങ്ങൾ സധൈര്യം മുമ്പോട്ട് പോകുക. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ നിങ്ങൾക്കൊപ്പമുണ്ട്. താങ്ക് യു വെരി മച്ച്.